ഇമലുവിൻ്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആണത്. അതായത് ഉമ്മമ്മാൻ്റെ ഉമ്മമ്മ. എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയാണ്. ആൾക്കപ്പോൾ പഴയ പോലെ ഓർമ്മയൊന്നും ഇല്ല, എന്നാലും ആൾ ആക്റ്റീവാണ്. 5 ജനറേഷൻ കൂടിയിട്ടുള്ളൊരു വീഡിയോ എടുക്കുന്നുള്ളതിൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അത് ഈ ഒരു കൂടുതൽ നടന്നു. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഞങ്ങൾ ചെറിയൊരു മീറ്റപ്പ് നടത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഫാമിലി മീറ്റപ്പ് ആയിരുന്നു. ജസ്റ്റ് ഗ്രൂപ്പിൽ പ്ലാൻ ചെയ്തിട്ട് എവിടേക്കെങ്കിലും ട്രിപ്പ് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഊട്ടിയായി, കോഴിക്കോടായി, കോട്ടക്കുന്നായി, അവസാനം ഒരു വീട്ടിൽ കൂടാന്നുള്ളതാക്കി. കാരണം ഉമ്മമ്മ കൂടി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും ആൾക്കാരുണ്ട്, പക്ഷേ കംപ്ലീറ്റ് ഫാമിലി ഇല്ല കേട്ടോ. കാരണം നമ്മൾ ഗ്രൂപ്പിൽ പ്ലാൻ ചെയ്ത് 2 ദിവസം കൊണ്ട് ഉണ്ടായതാണ്. അപ്പോൾ ആ ഒരു ദിവസം ഫ്രീ ആയത് തട്ടിക്കൂട്ടിയിട്ടുണ്ടാക്കിയ ചെറിയൊരു മീറ്റപ്പ് ആയിരുന്നു. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികളായിരുന്നു നമ്മൾ മെയിൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഓരോ ഉമ്മമാരും അവരുടെ മക്കളെ കുറിച്ചുള്ള നല്ല ക്വാളിറ്റീസ് പറഞ്ഞിട്ട് അവർക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ഇഷ്ടമായിട്ടോ കുട്ടികൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രൗഡ് ഫീലിംഗ് നമുക്ക് അവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ അത്. കാരണം ഇത് പ്ലാൻ ചെയ്തതൊന്നുമല്ല, ജസ്റ്റ് അങ്കിളിൻ്റെ ഐഡിയ ആണ്. അപ്പോൾ ചാച്ചുവാണ് ഇതിൻ്റെ മുഖ്യധാരണം. ചാച്ചുവാണ് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാവരും അവരുടെ ഉമ്മമാരും ഉപ്പമാരൊക്കെ വന്നിട്ട് അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടോ കുട്ടികൾക്ക്. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ മീറ്റപ്പ് ഒക്കെ ഉണ്ടാക്കണം, എന്നാലും ഇതൊക്കെ പുറത്തു വരുള്ളൂ. കാരണം കുട്ടികൾ തമ്മിലുള്ള പരിചയമൊക്കെ വേണ്ടേ. കാരണം ഇതൊക്കെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് മദേഴ്സിന്റെ ഫാമിലി ആണല്ലോ. അങ്ങനെ കുട്ടികളെ പറ്റി പറഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വേദി ഒരുക്കിയത് അമ്മായിമ്മമാർക്ക് മരുമക്കളെ പറ്റി പറയാനുള്ള ഒരു വേദിയായിട്ടാട്ടോ. നല്ല കൈയുടെ കിട്ടിയത് ഓരോ പോയിന്റിനും. നല്ലൊരു ഫൺ സെക്ഷൻ ആയിരുന്നു കേട്ടത്. കാരണം അമ്മായിമ്മമാർക്ക് മരുമക്കളെ പറ്റി, മരുമക്കൾക്ക് അമ്മായിമാരെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഏരിയ കേട്ടോ. അങ്ങനെ കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ കൂടി ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് സർപ്രൈസ് ആയിരുന്നു കേക്കൊക്കെ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. പെട്ടെന്നുണ്ടായ മീറ്റപ്പ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഒട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഭയങ്കര അടിപൊളിയായി. അപ്പോൾ ഈ ഒരു മീറ്റപ്പിന് ശേഷം നമ്മൾ ഇനി അടുത്തത് എന്ന് കൂടും, അടുത്തത് എങ്ങോട്ട് ട്രിപ്പ് പോകുന്നുള്ള പ്ലാനിംഗ് ഒക്കെ ആയിട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.